1.5 crores ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കേവലം 500 രൂപ സ്റ്റാർട്ട് ചെയ്യാൻ. നോർമൽ ഫോട്ടോയും ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യുമ്പോഴും നല്ല ഡിഫറൻസ് നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ട്. ഫുള്ളി ഫിനിഷ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓൺ ചെയ്ത് ഇതെല്ലാം കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഈ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകൾക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് കാണുമ്പോഴേ ആൾക്കാർക്ക് ഒരു മതിപ്പുണ്ടാകും. ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ പല പ്രോഡക്റ്റുകൾ കണ്ടു. നമ്മൾ ലൈവ് കാണുന്നതും അതിന്റെ ഒരു ഫോട്ടോ കാണുന്നത് തമ്മിലുള്ള വ്യത്യാസം 100%. അപ്പൊ അതുകൊണ്ട് ഫ്രാഞ്ചൈസികൾക്കെല്ലാം സാമ്പിൾസുകൾ. സോ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും കോൺട്രാസ്റ്റ് വരെ ഇത്രയും ഡെപ്ത് വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ UV പ്രിന്ററിലാണ്. ഇത് UV പ്രിന്റർ ആണ്. ഓക്കെ, പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടും? നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ രീതിയിൽ 50% എല്ലാത്തിനും 50% നമ്മൾ കൊടുക്കും. ഇവർ ഇവിടെ ചെയ്ത ഒരു ഡെമോ ആണ്. കസ്റ്റമർ ചെയ്താണ്, ഒരു കസ്റ്റമർ റിക്വയർ ചെയ്താണ്. ലേസർ പ്രിന്റ് വഴിയാണ് ചെയ്തത്. അപ്പൊ റീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ, അതായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിസ്സാരമായ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബൾക്കായിട്ട് നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൃത്യമായിട്ട് ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇത് ഇതുപോലെ തന്നെ നമ്മൾ എൻഗ്രേവ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. വെബ്സൈറ്റിൽ നമ്മൾ 100-ൽ കൂടുതൽ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മുടെ ഫ്രാഞ്ചൈസിക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും. എങ്ങനെയാണ് സാർ നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് 100% അല്ലേ? ഇതെങ്ങനെയാണ് ശരിക്കും വർക്കൗട്ട് ആക്കാൻ പറ്റുന്നത്? കുറഞ്ഞ മുതൽ മുടക്കിലൊരു ബിസിനസ് തുടങ്ങണം. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഇമ്പൾസീവ് ആയിട്ടുള്ള, ആൾക്കാർക്ക് എന്തായിട്ട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കണം. അങ്ങനെ നമുക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. ഞാനെന്നുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്തുള്ള യൂണീക്ക് നോട്ടിലാണ്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അടിപൊളി ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ, യൂണീക്ക് നോട്ടിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. ഒട്ടും താമസിക്കുന്നില്ല. വെൽക്കം ടു വീഡിയോ. പേര് പോലെ തന്നെ വളരെ യൂണീക്കാണ് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ. നിങ്ങൾക്ക് സുഖകരമായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ നല്ല ലാഭത്തിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ പ്രൊഡക്റ്റ് റേഞ്ചിലുള്ളത്. അപ്പോൾ നമുക്ക് ജയകുമാർ സാറിനോട് ചോദിക്കാം, സാർ എവിടെയാണ് നമ്മുടെ യൂണീക്ക് നോട്ടിൽ ലൊക്കേഷൻ എക്സാക്ട്ലി വരുന്നത്? ഇത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, എത്ര വർഷമായി സാർ ഈ ഫീൽഡിൽ? എത്ര വർഷമായി? ഒരു 3 വർഷമായി. 3 വർഷം. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത്? ക്ലോക്കുകൾ ചെയ്യുന്നുണ്ട്, ഫോട്ടോസ്, ബാക്ക് ലൈറ്റ് ഫോട്ടോസ്. അതാണ് നമ്മൾ പുതിയതായിട്ട് ഒരു സെഗ്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ബാക്ക് ലൈറ്റ് ഫോട്ടോസ്, ബാക്ക് ലൈറ്റ് ഫോട്ടോസ്, ഗിഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്നുണ്ട്, വാൾ ക്ലോക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത്. സർ, നിങ്ങൾക്ക് കേരളത്തിൽ ഓൾ കേരള കസ്റ്റമേഴ്സ് ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓൾ കേരള ബിസിനസ് ഉണ്ട്. ഫ്രാഞ്ചൈസി ബിസിനസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ചും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നല്ലേ? ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, ഇതിന്റെ ഒരു നമ്മളന്ന് ലിമിറ്റഡ് ആയിട്ട് ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. 200 ഫ്രാഞ്ചൈസിയെ കൊടുക്കും. പക്ഷേ ഏകദേശം ഒരു 5000 പേരോളം നമുക്ക് കോൾ ചെയ്യുന്നു. അപ്പോൾ അവരെ നമുക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് അന്നേരം സാധിച്ചിരുന്നു. ഇത് റീറ്റെയിൽ വ്യാപാരം ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം എന്ന രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതിന്റെ ഭാഗമായിട്ട് കുറെ ബിസിനസ് പ്ലാൻ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതാണ് പുതിയതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബിസിനസ് മോഡൽ നമ്മൾ കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ ഇന്ന് നമുക്ക് സാറിന്റെ കയ്യിലുള്ള കഴിഞ്ഞ തവണ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. പുതിയ പ്രൊഡക്റ്റുകൾ ഒന്ന് കാണാം. സാമ്പിൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. താങ്ക് യു. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇതാണ് വർക്ക്ഷോപ്പ് അല്ലേ? അതെ. ഇത് നെയിം ബോർഡുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത് കാണിച്ചിരുന്നത്. വീടുകളിലും സ്ഥാപനങ്ങൾക്കും ഒക്കെയുള്ള നെയിം ബോർഡുകൾ, വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നെയിം ബോർഡുകൾ ചെയ്യുന്നുണ്ട്. ഇത് LED ചെയ്ത് വരുന്ന സ്വിച്ചോട് കൂടിയ സാധനമുണ്ട്. അതുപോലെ തന്നെ ഇത് ഒട്ടിച്ചിരിക്കുന്ന ഗോൾഡൻ ടൈപ്പ് നോർമൽ ആയിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ LED വെച്ച് ചെയ്യുന്നുണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പസിൽസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യാത്തൊരു സാധനം. ഇത് കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പസിൽ ഉപയോഗിക്കുന്നത്. ഇത് പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബോക്സ് ആയിട്ട് വരുന്നത്. ഈ ബോക്സിൽ ഇത് ഇതുപോലെ ബോക്സുകളാണ്. ഈ ബോക്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ക്ലോക്ക് ഐറ്റംസ്. ഇത് ടേബിൾ ടോപ്പ് ക്ലോക്കാണ്.
പല ഡിസൈൻസിലുള്ള ക്ലോക്കുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഈ ക്ലോക്കുകളെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് അവർ കസ്റ്റമൈസ് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതെന്താണ് സാർ പ്രോഡക്റ്റ്? ഇത് ഇൻവിറ്റേഷൻ കാർഡുകളാണ്. ഓക്കെ, പല റേഞ്ചിലുള്ള പല റേഞ്ചുകളാണ്. ഓക്കെ, അത് ഒന്ന് വെഡിങ്ങിൻ്റെ ഉണ്ട്, ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ ഉണ്ട്, നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഉണ്ട്. അങ്ങനെ പല പല പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. ചെറിയ സൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഇവിടുന്ന് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, വെരി നൈസ്. മാറ്റർ കിട്ടിയാൽ നമ്മൾ അതനുസരിച്ച് പ്രിന്റ് ചെയ്ത്. ഓക്കെ, ഇത് കീ ചെയിനുകളാണ്. കീ ചെയിൻ ഇത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കീ ചെയിൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ള കീ ചെയിൻ, സ്കൂളിന്റെ കീ ചെയിൻ്റെ എന്തും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെഹിക്കിൾ ടൈപ്പ്, അതായത് വണ്ടിയുടെ പടം വെച്ചിട്ട് അവരുടെ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് ഇത് വേണമെന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് കീ ചെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഐ ഡി കാർഡിന്റെ സെക്ഷനാണ്. സ്കൂൾ ഐ ഡി കാർഡുകൾ, സ്കൂളിൽ ആവശ്യമുള്ള ഐ ഡി കാർഡുകൾ, അത് ഫാൻസി ഐ ഡി കാർഡുകൾ നമുക്ക് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് നോക്കി സംഭവം, ഇതൊക്കെ ഭയങ്കര ഫാൻസി ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ഇവിടെ മാനുഫാക്ചർ. ഇത് സ്റ്റാൻഡേർഡ് സ്കൂൾ ഐ ഡി കാർഡ്. അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകളുടെ, അതായത് എക്സിക്യൂട്ടീവ് ടൈപ്പ് ഐ ഡി കാർഡുകളാണ്. സ്കൂൾസിന്റെ ഓഫീസ് സ്റ്റാഫുകളുടെ ഐ ഡി കാർഡ്സ് വരുന്നുണ്ട്, എക്സിക്യൂട്ടീവ് ടൈപ്പ്. ഇത് നമ്മുടെ ഗൂഗിൾ പേ, ജിപേ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡാണല്ലേ. ഓക്കെ, ഇത് പലതരത്തിലുള്ള പ്രിന്റ് ഓൺ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള മഗ്ഗും അതിന്റെ കോസ്റ്റും അതിന്റെ ടോപ്പ് വരുന്നുണ്ട്. എങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു കാറ്റഗറി നോക്കി ഇവിടെ. ഇതൊക്കെ കംപ്ലീറ്റ്ലി കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇത്രയും കാണിക്കാനുള്ള കാരണം വെച്ചാൽ ഇത് ഇവരുടെ കപ്പാസിറ്റിയാണ്. ഇതൊക്കെ ഒരു ബിസിനസ് ഐഡിയാസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാം, നിങ്ങളുടെ നാട്ടിൽ നല്ല രീതിയിൽ സെല് ചെയ്യാം. ഈ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലേ സാർ? തീർച്ചയായിട്ടും. ഓക്കെ, ഈ അടുത്ത ഇത് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റുകളാണ്. നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് ഉണ്ടാക്കി പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സ് ഉണ്ടാക്കും. ഇതിങ്ങനെ കുറേ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് എല്ലാം ഒരു 100ഓളം മോഡൽസ് നമുക്കുണ്ട്. ഇതൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പുതിയ കോൺസെപ്റ്റ് ആണ്, എംപ്ലോയി ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും. ഓക്കെ, നൈസ്. ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം മെമന്റോസ് ആണ്. ഇത് മാജിക് മിറർ ആണ്. സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അങ്ങോട്ട് ആ സെഗ്മെന്റ്സ് എന്താണ് സാർ? ഇത് ഓൺലൈനിൽ റീസെന്റ് ഞാൻ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മള് പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ ഇത് കത്തുന്നതല്ലേ? ഇത് നിങ്ങൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. സൂപ്പർ. ഇതിനൊക്കെ പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടും? നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ രീതിയിൽ 50% എല്ലാത്തിനും 50% നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും നല്ലൊരു ഓക്കെ. അപ്പൊ ഈ ഒരു സെഗ്മെന്റ്സ് നോക്കുക, ഇതൊക്കെ അതിന്റെ പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ചെയ്ത രാമക്ഷേത്രത്തിന്റെ ഒരു ഇതാണ്. ഇവർ ഇവിടെ ചെയ്ത ഒരു ഡെമോ ആണ്, കസ്റ്റമർ ഒരു കസ്റ്റമർ റിക്വയർ ചെയ്താണ്. ലേസർ പ്രിന്റ് വഴിയാണ് ചെയ്തത്. ഇത് പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ ഒരു 3D മോഡൽ. ഇത് ലേസർ കട്ടറാണ്. ഇതിലാണ് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ നിലവിൽ എൻഗ്രേവ് ചെയ്യുന്നതാണ്. ഒരു പിക്ചർ നമ്മളത് എൻഗ്രേവ് ചെയ്യുക. ഇത് ഇതുപോലെ തന്നെ നമ്മൾ എൻഗ്രേവ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നുണ്ട്, അതിന്റെ മെഷീൻസ് ആണ് ഇത്. ഫ്രെയിം ചെയ്യാനുള്ള ബാക്ക് ലൈറ്റ് ഫോട്ടോസ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഫോട്ടോസ് ഫ്രെയിം ചെയ്യുന്നത് അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു. ഇത് നമ്മുടെ ഐ ഡി കാർഡിന്റെ കാർഡുകൾ ഫ്യൂസ് ചെയ്ത് എടുക്കുന്നതാണ്. ഒരേ സമയം 100-150 കാർഡോളം നമുക്ക് ഒരേ സമയത്ത് ഫ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് ലൈനായിട്ട് പ്രിന്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഐ ഡി കാർഡിന്റെ കൈ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ എൻക്വയറി കിട്ടിയിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നതാണ്. ഓർഡർ കിട്ടിയിട്ട് ചെയ്തൊരു ഇതാണ് കേട്ടോ. ബൾക്കായിട്ട് ഒരേ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബൾക്കായിട്ട് നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൃത്യമായിട്ട് ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സീലുകളുടെ സെഗ്മെന്റ് ആണ്. നമ്മൾ സീലുകൾ, എല്ലാത്തരം സീലുകളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നമ്പറിംഗ് മെഷീനാണ്. നമ്മളെ ബിൽ ബുക്കുകളെ, രസീത് ബുക്കുകൾ, അങ്ങനെയുള്ള എല്ലാ ബുക്കുകൾക്കും നമ്പറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പറിംഗ് നമുക്ക് ചെയ്യാം. 1,00,000 നമ്പർ വരെ ഒരേ സമയത്ത് ചെയ്യാം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ് ആണ് സാർ കാണിക്കുന്നത്. ഇത് ബാക്ക് ലൈറ്റ് ഫോട്ടോയാണ്. ബാക്ക് ലൈറ്റ് ഫോട്ടോ. അത് തന്നെ. ഇത് നമുക്ക്
ഏതളവിൽ ഒരു വീട്ടിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫി ലൈക്ക് സ്റ്റുഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ആണ്. എന്ത് ഡിസ്പ്ലേ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽസിന് ബെസ്റ്റ് ആണ് അല്ലെ. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് ഹോട്ടൽസിന് ബെസ്റ്റ് ആണ്, റെസ്റ്റോറൻറ്റ്സിന് ബെസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ബെസ്റ്റ് ആണ്. ഇതിന്റെ പല സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് സൈസിൽ നമ്മുടെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ ഒന്ന് കാണിക്കാം. വീട്ടിലേക്കാണെങ്കിലും സ്ഥാപനത്തിലേക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് ജസ്റ്റ് ഇല്ലാത്തതും നോർമൽ ഫോട്ടോയും ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യുമ്പോഴും നല്ല ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കോ എങ്ങനെയുണ്ടെന്ന്. ഇത്രയും ബ്യൂട്ടിഫുൾ. ഇതൊരു കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫ്രെയിം ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്, ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സാർ ഒന്ന് ഓൺ ചെയ്ത്. യെസ്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഒരു ടേബിൾ ടോപ്പ് മോഡൽ കൂടിയുണ്ട്. സ്റ്റാൻഡേർഡ് ഫ്രെയിം ആണ്. നിങ്ങൾക്ക് ഈ ലൈക്ക് എന്താ പറയണ്ടേ, ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സാർ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ച് ഇങ്ങനെയുണ്ട്. സോ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും കോൺട്രാസ്റ്റ് വരെ ഇത്രയും ഡെപ്ത് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ UV പ്രിന്ററിലാണ്. ഇത് UV പ്രിന്ററാണ്. ഈ UV പ്രിന്ററിലാണ് നമ്മൾ ഇത് പിക്ചർ പ്രിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റി ഒരു ഫിനിഷിംഗ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് റേഞ്ചുകൾ ഇവിടെ കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ ബിസിനസ് മോഡലാണ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അറിയേണ്ടത്. നമ്മുടെ ബിസിനസിന്റെ പ്ലാനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് അൻസാറാണ്. നമ്മുടെ മെൻറ്ററായിട്ട് അദ്ദേഹമാണ്. ഇപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ മെൻറ്ററും നമ്മുടെ ഒരു അഡ്വൈസറുമാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന് എനിക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയെന്ന് തോന്നുന്നല്ലോ. അതെ. അപ്പോ നമുക്ക് ഈ ഒരു വീഡിയോയില് ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവുന്നു. എങ്ങനെയാണ് സാർ നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് 100% അല്ലേ? ഇതെങ്ങനെയാണ് ശരിക്കും വർക്ക്ഔട്ട് ആക്കാൻ പറ്റുന്നത്? നമ്മള് ശരിക്കും കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം, ഗോകുമാർ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അതില് കസ്റ്റമേഴ്സ്, അതായത് നമ്മളെ വിളിച്ചവരുടെ ഒരു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരിക്കും ബിസിനസ്സിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ. കാര്യം അതിനകത്ത് കൂടുതൽ ആൾക്കാർക്കും റീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നവർക്കായിരുന്നു താല്പര്യം കൂടുതൽ. റീറ്റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ 1-2 പ്രൊഡക്റ്റുകൾ മാക്സിമം എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അല്ല, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ തന്നെ ഇത് അവർക്ക് ഓൺലൈനിലൂടെയും ഓൺലൈൻ മാർക്കറ്റിൽ അത് സെല് ചെയ്യുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ റെസ്പോണ്ട് ചെയ്തത്. ഫ്രാഞ്ചൈസികൾ ഒരുപാട് വിളിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ അത്രയും കഴിഞ്ഞ ആ ഒരു ബിസിനസിന്റെ ഒരു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പൊ റീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ, അതായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിസ്സാരമായ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ലെങ്തിയാണ് പ്രോസസ്സ്. നമ്മളത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്തിൽ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഫ്രാഞ്ചൈസികളായിട്ട് കഴിഞ്ഞ തവണ നമുക്ക് ഒരുപാട് പേര് അസോസിയേറ്റ് ചെയ്തു. അപ്പം അവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതെല്ലാം കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഈ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകൾക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് കാണുമ്പോഴേ ആൾക്കാർക്കൊരു മതിപ്പുണ്ടാകും. ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ പല പ്രോഡക്റ്റുകൾ കണ്ടു. നമ്മൾ ലൈവ് കാണുന്നതും അതിന്റെ ഒരു ഫോട്ടോ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഫ്രാഞ്ചൈസികൾക്കെല്ലാം സാമ്പിൾസുകൾ ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ ഒരു ചേഞ്ച് ഇതിനകത്ത് വരുത്തിയേക്കുന്നത് ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്കെല്ലാം ഒരു വലിയ സാമ്പിൾ കിറ്റ് അതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഷോക്കേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് അത് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിനകത്ത് നിങ്ങൾ ഒരു ഫ്രാഞ്ചൈസിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കാണുന്ന പ്രൊഡക്റ്റുകളുടെ ഒക്കെ സാമ്പിൾസ് അടങ്ങിയ ഒരു കിറ്റ് നിങ്ങൾക്ക് തരും. ആ കിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് പിടിക്കാൻ പറ്റും അല്ലെ? ഇനി നിങ്ങൾക്ക് ബിസിനസ് പിടിക്കുന്ന ഏത് പ്രൊഡക്റ്റാണ് പിടിക്കുന്നത് ആ പ്രൊഡക്റ്റുകൾക്ക് മിനിമം 50% വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മുഴുവൻ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ 50%. പിന്നെ ഫ്രാഞ്ചൈസികൾക്ക്, നിലവിലുള്ള ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് അവരുടെ ബിസിനസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ കൂടെ വെച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ നിയർ ബൈ ലൊക്കേഷനിൽ ഒരുപാട് റീറ്റെയിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ചിലപ്പോൾ റീറ്റെയിലേഴ്സ് പോലെ ആയിരിക്കും താല്പര്യപ്പെടുന്നുണ്ടാവുക. കുറച്ച് 1-2 പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് നല്ല രീതി ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർക്ക് ഫ്രാഞ്ചൈസികളിൽ കൂടി ഈ റീറ്റെയിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അത് നമ്മളൊരു കൂപ്പൺ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഫ്രാഞ്ചൈസികൾക്ക് എത്ര റീറ്റെയിലേഴ്സിന് നമ്മൾ അൺലിമിറ്റഡ് ആണ്. അവർക്ക് 50-100 ആൾക്കാരെ അവരുടെ അടുത്തുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ഇപ്പൊ തന്നെ ഫോട്ടോസിന്റെ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റുഡിയോകൾ കാണും. ഒരുപാട് സ്റ്റുഡിയോകൾക്ക് വേണമെങ്കിൽ ഇവർക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അവര് ചെയ്യുന്ന ബിസിനസിന്റെ ഒരു ടേൺ ഓവർ, കാര്യം നമ്മൾ 50% കമ്മീഷൻ ഫ്രാഞ്ചൈസിക്ക് എന്തായാലും കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ അവർ അപ്പോയിന്റ് ചെയ്യുന്ന റീറ്റെയിലർക്ക് അവരൊരു 30% ഡിസ്കൗണ്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കി 20% ഈ ഫ്രാഞ്ചൈസിക്ക്
ഫ്രാഞ്ചൈസിക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ബിസിനസിന്റെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് ആ രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂപ്പൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ച് ഒരാൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ ഓട്ടോമാറ്റിക്കലി ഫ്രാഞ്ചൈസിയുടെ അക്കൗണ്ടിൽ ചെല്ലും. അവർക്ക് വേണമെങ്കിൽ അത് ക്യാഷ് ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്കിപ്പം അവിടെ അവരുടെ അക്കൗണ്ടിലെ എക്സസ് എമൗണ്ട് വന്ന് കിടക്കുകയാണെങ്കിൽ അവർ കമ്പനിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ എമൗണ്ട് അവർക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കും. ഇനി അതല്ല എങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിനകത്തിൽ ആ എമൗണ്ട് ഡിഡക്ട് ചെയ്ത് വെച്ച് ബാലൻസ് അവർ പേ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു വലിയ ചേഞ്ച് നമ്മൾ ഫ്രാഞ്ചൈസികളുടെ ബിസിനസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ 1 by 1 ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നു. നമുക്ക് എന്തായാലും ആ വെബ്സൈറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ആ വെബ്സൈറ്റിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് നേരെ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് uninote.com. ഇവിടെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ബിസിനസ് കൂപ്പണെ കുറിച്ച് അറിയേണ്ടതാണെന്നുണ്ടെങ്കിൽ ബിസിനസ് കൂപ്പണിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഏതൊക്കെ തരം ബിസിനസ് കൂപ്പണുകളുണ്ട്, എങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഫുൾ ഡീറ്റെയിൽസോടുകൂടി നമ്മുടെ ആ പേജിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ് അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പ്ലാൻ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അതിൻ്റെ മുമ്പോട്ട് പോകാവുന്നതാണ്. പിന്നെ വേറൊരു ഫീച്ചർ നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ആണ്. പ്രൊഡക്റ്റിൻ്റെ പലതരത്തിലുള്ള വീഡിയോസ്, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, പ്രൊഡക്റ്റിൻ്റെ ഷോർട്സ്, ഇത്തരം കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രൊഡക്റ്റ് കാറ്റഗറീസ്, നമുക്കുള്ള പല പ്രൊഡക്റ്റിൻ്റെയും ഈ കാണുന്ന നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറീസിൻ്റെയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രൊഡക്റ്റ് കാറ്റഗറീനെ കുറിച്ച് എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്ന ഷോർട്സ്, ഓരോ പ്രൊഡക്റ്റിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ്, അതിൻ്റെ എങ്ങനെയാണ് അത് കാണുമ്പോൾ ഇരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കാണിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതെ, ഈ വീഡിയോസ് എല്ലാം ഇപ്പം വെബ്സൈറ്റിൽ നമ്മൾ 100-ൽ കൂടുതൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമേഴ്സിന്, നമ്മുടെ ഫ്രാഞ്ചൈസിക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. കൂപ്പൺ എടുക്കുന്ന ആൾക്കാരായാലും എങ്ങനെയായാലും നമുക്ക് ഇത് വീഡിയോസ് അവർക്ക് ലഭ്യമാവുന്നതായിരിക്കും. വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്നതിൽ സാർ പറഞ്ഞു കുറച്ച് പെർസെന്റേജ് ഓഫ് ആൾക്കാർ ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ കുറച്ച് പെർസെന്റേജ് ഓഫ് ആൾക്കാർ സാറ് പറഞ്ഞ കൂപ്പൺ എടുത്തിട്ട് 1-2 പ്രൊഡക്റ്റുകൾ ട്രൈ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ആ ഒരു പ്രോസസ് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? കൂപ്പൺ എടുക്കുന്നവർക്ക് 1-2 പ്രോഡക്റ്റ് എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ വെക്കുന്നില്ല. അവർക്ക് ഏത് പ്രോഡക്റ്റും സെല് ചെയ്യാം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് അതായിരുന്നു, നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമായിട്ട് അവരോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് പലരും നമ്മളോട് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അത് മാത്രമായിട്ട് കിട്ടിയാൽ ബുദ്ധിമുട്ടാണ്, ഏത് പ്രോഡക്റ്റ് വർക്ക് ചെയ്യാം. പക്ഷെ ഒരു ടൈം ലിമിറ്റ് ആണ് കൂപ്പണിനകത്തിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അവർക്ക് 1 വർഷത്തേക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം. ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അവർക്ക് എത്ര കാലം ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത്രയും കാലം കമ്പനിയുടെ പാർട്ടാണ് ഫ്രാഞ്ചൈസി. പക്ഷെ റീറ്റെയിലർ ആയിട്ട് എടുക്കുന്നവര് അവർ പർച്ചേസ് ചെയ്യുന്ന കൂപ്പൺ എത്ര കാലത്തെ വാലിഡിറ്റി ആണോ അത്രയും കാലമേ നിൽക്കത്തുള്ളൂ എന്നേ ഉള്ളൂ. ശരിക്കും ഒരു വ്യക്തിക്ക് ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ബിസിനസ് ട്രൈ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. തീർച്ചയായിട്ടും. ഇനി കൂപ്പണിന്റെ റേറ്റ് എത്രയാണ് സാർ വരുന്നത്? കൂപ്പണിന്റെ റേറ്റ് എന്ന് പറയുന്നത് 500 മുതൽ 5000 വരെയാണ് വരുന്നത്. 500 രൂപക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 500 രൂപക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയട്ടെ, ഈ ഒരു സംഭവം ഇത്രയും കാര്യങ്ങൾ ഈ ലേസർ മെഷീൻസും അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഒരു മെഷീൻ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു മിനിമം ഒരു 1 കോടി രൂപയുടെ 1.5 crores ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്രോസസ്സാണ്. അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കേവലം 500 രൂപ സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിലാക്കിയിട്ട് ഒന്ന് സെയിൽ ചെയ്യാൻ നോക്കിയാൽ മതി അല്ലേ? രണ്ടാമത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഫോട്ടോസിന്റെ ഒക്കെ നിങ്ങൾ കണ്ടു, നമ്മളിപ്പോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് വേണേ അവർക്ക് കിട്ടും. അതായത് ഇപ്പം LED ഫോട്ടോസ് കണ്ടായിരിക്കുമല്ലോ, അപ്പം ബാക്ക് ലൈറ്റ് ഫോട്ടോസ്, ഈ ബാക്ക് ലൈറ്റ് ഫോട്ടോസിന്റെ പ്രിന്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഉൾപ്പെടെ അവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അവരുടെ ഒരു ഇങ്ക്ജെറ്റ് പ്രിന്റർ ഉണ്ടെങ്കിൽ അതിൽ പ്രിന്റ് ചെയ്ത് വേണമെങ്കിൽ അവർക്ക് അന്നേരം തന്നെ ഫിനിഷ് ചെയ്ത് രീതിയിൽ നമ്മൾ അതിന്റെ മെറ്റീരിയൽസ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ സെഗ്മെന്റിൽ രണ്ടാമതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ സെഗ്മെന്റ് ആണ് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സെഗ്മെന്റ് കൂടെ വരുന്നത്. അപ്പൊ ഫ്രാഞ്ചൈസികളായാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും അവർക്ക് പ്രോഡക്റ്റുകൾ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുന്നതിനുള്ള
ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. ഹോൾസെയിൽ പർച്ചേസ് നമുക്ക് എല്ലാം റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് അവർക്ക് ഒരിക്കലും ഹോൾസെയിൽ റോ മെറ്റീരിയലും ബെസ്റ്റ് ആണ്. കാരണം എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് തന്നെ 1000 എണ്ണം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആസ് ഇറ്റ് ഈസ് ആ പ്രൊഡക്റ്റുകൾ, കസ്റ്റമൈസ്ഡ് അല്ലാത്ത പ്രൊഡക്റ്റുകൾ, എസ്പെഷ്യലി നമ്മൾ കാറിന്റെ ഡാഷ്ബോർഡിൽ വെക്കുന്ന ആ ഒരു ഫോട്ടോസ്, അതേപോലെ തന്നെ ലൈക്ക് വേറെ എന്തെങ്കിലും വാൾ ഹാങ്ങിങ് കീ ചെയിനുകൾ. ഇപ്പം ഈ പൊളിറ്റിക്കൽ കീ ചെയിൻ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് തന്നെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എംബ്ലങ്ങള്, അവരുടെ നേതാക്കന്മാരുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള അതിപ്പം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് ഇത് അതായത് ഈ സൂപ്പർ ഹീറോസിന്റെ മഗ്ഗുകൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്ന പല സൂപ്പർ ഹീറോസിന്റെ മഗ്ഗുകൾ അതിന്റെ കോസ്റ്ററുകളും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുക. അപ്പൊ അത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് പല സൂപ്പർ ഹീറോസിന്റെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കും. ഇത് ഇന്ന് പിള്ളേർക്ക് ഒരു വലിയ ട്രെൻഡ് ഉള്ള ഒരു സാധനമാണ്. അതുപോലെ ഈ ബാൻഡ് ടീമുകളൊക്കെ BTS അവരുടെ ഒക്കെ എല്ലാവരുടെയും നമ്മൾ ഈ കോസ്റ്റേഴ്സും കപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെയിനുകൾ ഇതെല്ലാം അതൊക്കെ അവർക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം. ഡു ഇറ്റ് യുവർ കിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡു ഇറ്റ് യുവർ സെൽഫ് കിറ്റ് ആണെന്നുണ്ടെങ്കിലും അതും ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ. അപ്പൊ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. 500+ പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് സിംഗിൾ പ്രൊഡക്റ്റ് കൂപ്പൺ ബേസ്ഡ് എല്ലാം എടുത്തിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഓൾറെഡി ഒരു റണ്ണിങ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് 50% ലാഭത്തിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങളുടെ നാട്ടിൽ തുടങ്ങണമെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലിയും അതിനും യൂണിക്കായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലേ സർ? അപ്പം താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാ സപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടും അല്ലേ? തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്തരത്തിൽ നാട്ടിലൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂണിക്കായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. You will be getting good help. Okay, well, thank you sir, thank you so much, all the very best. Okay, അപ്പോൾ